നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നഗരസഭാ പരിധിയിലുള്ള ജനങ്ങളുടെ ഉപയോഗത്തിന് കേന്ദ്ര സർക്കാർ കൊടുത്ത ഇലക്ട്രിക് ബസ്സുകൾ അതെടുത്ത് മറ്റ് ജില്ലകളിൽ സർവീസ് നടത്തി ലാഭം കൊയ്യാനിറങ്ങിയ KSRTC. എന്നാൽ തിരുവനന്തപുരം നഗരസഭയുടെ പുതിയ മേയർ VV രാജേഷ് ഈ പ്രശ്നത്തിൽ ശക്തമായി ഇടപെട്ടു. തിരുവനന്തപുരം നഗരനിവാസികളുടെ ആവശ്യത്തിന് കേന്ദ്ര സർക്കാർ നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ ഓടിക്കണമെന്ന് VV രാജേഷ് ആവശ്യപ്പെട്ടു. പൊതുവെ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച വ്യക്തിയാണ് ഗണേഷ് കുമാർ. മന്ത്രിയായ ഗണേഷ് കുമാർ ഇത്തിരിയൊന്ന് ഒതുങ്ങി കഴിയുകയാണ്. എന്നാൽ BJP മേയർ വെല്ലുവിളിച്ചതോടെ ഗണേഷ് കുമാറിന് ഹാലിളകി. ഇലക്ട്രിക് ബസ്സുകൾ കോർപ്പറേഷൻ്റേതല്ല എന്ന നിലപാടാണ് ഗണേഷ് കുമാറിൻ്റേത്. 60% പണം സംസ്ഥാനമാണ് മുടക്കിയിരിക്കുന്നത്. ഇലക്ട്രിക് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും KSRTCയാണ്. അതുകൊണ്ട് തന്നെ 113 ഇലക്ട്രിക് ബസ്സുകൾ എവിടെ ഓടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന നിലപാടിലായിരുന്നു ഗണേഷ് കുമാർ. എന്നാൽ നഗരസഭയ്ക്ക് അവകാശപ്പെട്ട ബസ്സുകൾ നഗരസഭയിലെത്തണം എന്ന് മേയർ വാശി പിടിച്ചു. അതോടെ അടപടലം വെട്ടിലായ ഗണേഷ് കുമാർ ഇതാ മേയറോട് പറയുന്നു, 113 ബസ്സുകളും തിരികെ തരാം. 113 ബസ്സുകളും കോർപ്പറേഷന് തിരികെ നൽകാം എന്നാണ് KB ഗണേഷ് കുമാർ ഏറ്റവും ഒടുവിൽ പറയുന്നത്. നെടുമങ്ങാട്, ആറ്റിങ്ങൽ, പോത്തങ്കോട്, നെയ്യാറ്റിൻകര തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നൊന്നും പറയാൻ സർക്കാരിന് കഴിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ VV രാജേഷ് തനിക്ക് കത്ത് നൽകുകയോ ഇതുവരെ തന്നോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നു. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ KSRTCക്ക് ഇലക്ട്രിക് ബസ്സുകൾ നൽകിയത്. അത് നഗരത്തിൽ തന്നെ ഓടിയാൽ മതി എന്ന വാശിയിലാണ് നഗരസഭ. 113 ഇലക്ട്രിക് ബസ്സുകളാണ് KSRTCക്ക് നൽകിയത്. മറ്റിടങ്ങളിൽ ഇത്തരം ഇലക്ട്രിക് ബസ്സുകൾ ഓടിക്കണമെങ്കിൽ KSRTC സ്വന്തം നിലയ്ക്ക് മേടിക്കട്ടെ എന്നാണ് നഗരസഭാ മേയർ പറയുന്നത്. ബസ്സുകൾ തങ്ങൾക്ക് വേണം എന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനകം 113 ബസ്സുകളും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കൊണ്ടുചെന്നിടാം എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. ബസ്സുകൾ അവർക്കിഷ്ടമുള്ള സ്ഥലത്തിടാം. KSRTCയുടെ ഡിപ്പോയിൽ പക്ഷെ പിന്നെ കയറ്റില്ല. കോർപ്പറേഷന് തിരികെ നൽകുന്ന 113 ഇലക്ട്രിക് ബസ്സുകൾക്ക് പകരം 150 ബസ്സുകൾ പുറത്തുനിന്ന് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. തിരുവനന്തപുരത്തെ ജനങ്ങളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. CMDക്ക് കോർപ്പറേഷൻ കത്ത് നൽകിയാൽ 24 മണിക്കൂറിനുള്ളിൽ 113 ഇലക്ട്രിക് ബസ്സുകളും കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് കൊണ്ടുവരും. നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളിലെ കണ്ടക്ടർ, ഡ്രൈവർ, ടിക്കറ്റ് മെഷീൻ, വർക്ക്ഷോപ്പ് സംവിധാനങ്ങൾ എന്നിവയൊക്കെ ഞങ്ങളുടേതാണെന്ന് ഗണേഷ് കുമാർ പറയുന്നു. കോർപ്പറേഷന് കഴിവുണ്ടെങ്കിൽ ഇതൊക്കെ അവർ നടത്തട്ടെ. വലിയ വെല്ലുവിളിയാണ് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ BJPയുടെ ഉന്നത നേതാക്കൾ ചില കൂടിയാലോചനകൾ നടത്തുന്നു. നഗരസഭാ പരിധിയിലുള്ള ബസ് സർവീസ് എന്തുകൊണ്ട് കോർപ്പറേഷൻ ഏറ്റെടുത്തുകൂടാ എന്ന ചോദ്യമാണ് അവർക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. നഗരസഭയുടെ പരിധിയിലുള്ള ഒരു ഡിപ്പോ തയ്യാറാക്കുകയും സർവീസ് സെൻറ്റർ സ്ഥാപിക്കുകയും ചെയ്ത് സ്വന്തം നിലയിൽ ബസ്സുകൾ സർവീസ് നടത്താനുള്ള ശ്രമം മറുവശത്ത് ആലോചനയിലുണ്ട്. ഒരു അധിക പ്രസംഗത്തിന് ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകളൊക്കെ തിരികെ നൽകാം എന്ന് മേയറോട് പറയുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വേറെ ബസ്സുകൾ എങ്ങനെ KSRTC വാങ്ങും എന്ന ചോദ്യം. പ്രൈം മിനിസ്റ്റർ ഇ-സേവ പദ്ധതി പ്രകാരം കേന്ദ്രം 950 ബസ്സുകൾ നൽകാം എന്ന് കേരളത്തോട് നേരത്തെ പറഞ്ഞിരുന്നു. PM ശ്രീ പോലെ PM സേവാ പദ്ധതിയിൽ ഒപ്പിട്ടാൽ LDFിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും എന്ന് ഭയപ്പെട്ട ഗതാഗത മന്ത്രി ഒപ്പിടാതെ മാറി നിന്നു. ഇതിനെക്കുറിച്ച് മറ്റു ചിലർ ചില കഥകളൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ 950 ബസ്സുകൾ കേന്ദ്ര പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങ് കൊണ്ടുവന്നാൽ അതിന് കമ്മീഷനൊന്നും കിട്ടില്ലല്ലോ. ഇലക്ട്രിക് ബസ്സുകളുടെ പരിപാലന ചെലവ് കൂടുതലാണ്, ബാറ്ററിക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കും എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങളാണ് ഈ കേന്ദ്ര സഹായ പദ്ധതി നിരസിക്കാൻ കേരളം നിരത്തിയത്. സാധാരണഗതിയിൽ ഓരോ ശബരിമല സീസൺ തുടങ്ങുമ്പോഴും 700 മുതൽ 1000 ബസ്സുകൾ വരെ KSRTC വാങ്ങാറുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ബസ്സുകൾ വാങ്ങുമെന്ന് പ്രഖ്യാപിച്ചതല്ലാതെ പക്ഷെ വാങ്ങിയില്ല. ബസ്സുകൾ വാങ്ങാൻ ഖജനാവിൽ പണമില്ല. ഇപ്പോഴിതാ വായു മലിനീകരണത്തിന്റെ പേരിൽ PM ഇ-സേവ പദ്ധതിയിൽ ഒപ്പിട്ടാൽ വലിയ തകരാറൊന്നും സംഭവിക്കില്ല എന്ന് സർക്കാർ തല ചർച്ചകൾ തുടങ്ങി. ഡീസൽ ബസ്സുകൾ കൂടുതൽ ഓടിച്ചാൽ ഡൽഹിക്ക് സമാനമായ വായു മലിനീകരണം തിരുവനന്തപുരത്തുമുണ്ടാകും എന്നൊക്കെ ചിലർ പ്രചരിപ്പിച്ചു തുടങ്ങി. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറയുന്നത് പോലെ ആ കേന്ദ്രം നൽകിയ 950 ഇലക്ട്രിക് ബസ്സുകൾ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ ആദ്യം നടത്തേണ്ടത്. PM ശ്രീ പോലെ ഈ ബസ്സുകൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത് കൊണ്ട് വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഗണേഷ് കുമാർ വിശ്വസിക്കുന്നു.
കാരണം ഇത് ജനോപകാര പദ്ധതിയാണ്. കരാറിൽ ഒപ്പുവെച്ചാൽ 2 മാസത്തിനകം ബസ്സുകൾ കേരളത്തിലെത്തും. ബസ് സൗജന്യമായാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ചെറിയ ബസ്സുകൾക്ക് 2 കോടി വരെയും വലിയ ബസ്സുകൾക്ക് 4 കോടി വരെയും ഓരോന്നിനും വില വരും. എന്നിട്ടും ഇതൊക്കെ വേണ്ടെന്ന് വെച്ച തിരുമണ്ടന്മാരാണ് നമ്മൾ മലയാളികൾ. പിടിക്കേണ്ടടുത്ത് പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒന്ന് നേരെയാകും എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ കോർപ്പറേഷൻ മേയറുടെ ഓരോ നടപടിയും. ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ തന്നെ ഓടണം എന്ന് ശഠിച്ച മേയർ തൊട്ടുപിന്നാലെ മറ്റൊരു വാടകക്കൊള്ള തുറന്ന് പുറത്തിട്ടിരിക്കുന്നു. ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ IPS ആണ് വാടകക്കൊള്ള സംബന്ധിച്ച ചില സംശയങ്ങൾക്ക് തുടക്കമിട്ടത്. ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ ബിൽഡിങ്ങിൽ തൻ്റെ മുറി വേണം എന്ന് ശാഠ്യം പിടിച്ച ശ്രീലേഖയെ അതിൻ്റെ പേരിൽ അഹങ്കാരിയെന്ന് വിളിച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ച CPM നേതാക്കൾ ഇപ്പോൾ പൂർണ്ണമായി വെട്ടിൽ. VK പ്രശാന്തിന്റെ ഓഫീസ് അനധികൃതമായി കോർപ്പറേഷൻ കെട്ടിടം കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന ആരോപണമാണ് BJP നേതാക്കൾ ഉയർത്തുന്നത്. എന്നാൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങൾ തുച്ഛമായ വാടകയ്ക്ക് പലർക്കും വീതം വെച്ച് നൽകിയിരിക്കുകയാണ് എന്ന് VV രാജേഷ് പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അതിനു പിന്നാലെ നഗരസഭ ഇതേക്കുറിച്ച് ചില പ്രാഥമിക പരിശോധനകൾ തുടങ്ങി. വൻ ക്രമക്കേടുകളാണ് പുറത്തേക്ക് വരുന്നത്. തുച്ഛമായ തുകയ്ക്ക് ലേലം പിടിച്ചതിന് ശേഷം വൻ തുകയ്ക്ക് കടമുറികൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകുന്ന വലിയൊരു ലോബിയാണ് തിരുവനന്തപുരത്തുള്ളത്. ഓരോ വർഷവും 10% വാടക തുക വർദ്ധിപ്പിക്കണമെന്ന വ്യവസ്ഥ പല സ്ഥലങ്ങളിലും പാലിക്കപ്പെടുന്നില്ല. ശാസ്തമംഗലത്തെ കെട്ടിട വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ പ്രാഥമിക അന്വേഷണം തികച്ചും പരിഭ്രാന്തി ഉണ്ടാക്കുന്നത്. കോർപ്പറേഷനുമായി കരാറിൽ ഏർപ്പെട്ട വ്യക്തികൾ മരിച്ചിട്ടും കെട്ടിടങ്ങൾ കോർപ്പറേഷന് തിരികെ കൈമാറാൻ പലരും തയ്യാറല്ല. ഗുരുതര പിഴവുകളാണ് ഇപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോർപ്പറേഷൻ വാടകയ്ക്ക് നൽകിയിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളുടെയും തറ വിസ്തീർണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിച്ച് അടിയന്തരമായി തനിക്ക് നൽകാൻ മേയർ VV രാജേഷ് കോർപ്പറേഷൻ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ധനകാര്യ സ്ഥിര സമിതിയാണ് കടമുറികൾ ഉൾപ്പെടെയുള്ള കോർപ്പറേഷൻ ആസ്തികൾക്ക് വാടക നിശ്ചയിക്കുന്നത്. പല സ്ഥലങ്ങളിലും അഡ്ജസ്റ്റ്മെന്റുകളാണ് നടക്കുന്നത് എന്ന് വ്യക്തം. ഇത് കൗൺസിൽ അംഗീകരിച്ചതിന് ശേഷം ലേല നടപടികളിലേക്ക് കടക്കും. ലേലമൊന്നും ജനം അറിയില്ല. 1-2 നോട്ടീസ് ഓഫീസ് മുറിക്ക് പുറത്തിടും, അത്ര തന്നെ. പാളയം കണ്ണിമേറ മാർക്കറ്റ്, പൂജപ്പുര മൈതാനത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ വർഷങ്ങളായി ചില വ്യക്തികൾ കൈവശം വെച്ചിരിക്കുന്നു. തിരുമലയിലെ ഷോപ്പിംഗ് കോംപ്ലക്സിലും പേരൂർക്കട മാർക്കറ്റിലുള്ള കടമുറികളിലുമൊക്കെ കച്ചവടം നടത്തുന്നത് കോർപ്പറേഷനുമായി കരാറിൽ ഏർപ്പെട്ട വ്യക്തികളല്ല എന്നും കണ്ടെത്തിയിരിക്കുന്നു. കോർപ്പറേഷൻ നൽകുന്ന വാടകയുടെ 5-6 ഇരട്ടി നൽകിയ പലരും ഇത്തരം കടമുറികൾ വാടകയ്ക്കെടുക്കുന്നത്. ചിലരൊക്കെ ദിവസ വാടകയ്ക്കാണ് കടമുറി എടുത്തിരിക്കുന്നത്. അതും കോർപ്പറേഷൻ ആദ്യം നൽകിയ വാടകയുടെ 5-6 ഇരട്ടിയിൽ. ഇനി കരാർ കാലാവധിക്കിടെ ഈ കെട്ടിടം ഉപയോഗിച്ചില്ല എന്ന് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയാൽ ആ സമയത്തെ വാടക ഒഴിവാക്കുന്നതുവരെ തുടർ സംഭവങ്ങളാണ്. ഇതിന്റെ മറവിൽ പല കെട്ടിടങ്ങളും പാർക്കിംഗ് സ്ഥലങ്ങളുമൊക്കെ ലേലത്തിൽ പിടിച്ച് ചിലർക്ക് വ്യാപകമായ ഇളവ് നൽകിയതും ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. എത്ര കെട്ടിടങ്ങൾ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുണ്ട് എന്നതിന്റെ വ്യക്തമായ കണക്ക് പോലും ഇപ്പോൾ നഗരസഭയ്ക്ക് മുന്നിലില്ല. എഞ്ചിനീയറിംഗ്, റവന്യൂ, ആരോഗ്യ വിഭാഗങ്ങൾ ഇത്തരം രേഖകളൊന്നും കൃത്യമായി സൂക്ഷിക്കുന്നില്ല. വലിയ കൊള്ളയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. തിരുവനന്തപുരം നഗരസഭ ഒന്ന് വെടുപ്പാക്കുമെന്നാണ് BJP പറയുന്നത്. മേയർ VV രാജേഷ് രണ്ടും കൽപ്പിച്ചു തന്നെ. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ വലിയ പ്രതീക്ഷയും വളർന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.